ശുചിത്വ ദൗത്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിജയകിരീടമണിഞ്ഞ് ചാലിശ്ശേരി കൗക്കോട് MMALP സ്കൂൾ നേട്ടത്തിന്റെ നെറുകയിലെത്തിയത് നാടിന് അഭിമാനമായി. പാലക്കാട് തൃത്താല ഉപജില്ല ചാലിശ്ശേരിയിലെ ഗ്രാമീണമായ പ്രൈമറി സ്കൂളിലാണ് മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുവാൻ കുരുന്നുകളും അധ്യാപകരും നാട്ടുകാരും കൈകോർത്ത് സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാലയമായി ഇതിനകം മാറിയത്. പാലക്കാട് ജില്ലയിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 800-ലധികം സ്കൂളിൽ നിന്നാണ് സമ്പൂർണ്ണ ശുചിത്വ ഹരിത വിദ്യാലയത്തിന് 2024-25 അക്കാദമിക വർഷം ജില്ലയിൽ 1-ാം സ്ഥാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ ജില്ലയിലെ 1-ാമതെത്തിയ ആഹ്ലാദത്തിലാണ് സ്കൂൾ. 2 മാസം മുമ്പ് തൃത്താല മണ്ഡലത്തിലെ സമ്പൂർണ്ണ ശുചിത്വ സ്കൂളിനുള്ള അംഗീകാരവും ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ സാക്ഷ്യപത്രവും മന്ത്രി MP രാജേഷ് സ്കൂളിന് സമ്മാനിച്ചിരുന്നു. ഇതൊരു ചെറിയ സ്കൂളാണെങ്കിലും സ്വപ്നങ്ങൾ വലുതായിരുന്നു. വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ സഞ്ചരിച്ചാണ് സ്കൂൾ വലിയ അംഗീകാരം നേടിയത്. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ഗ്രേ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയതിനാൽ യാതൊരുവിധ ദ്രവമാലിന്യ പ്രശ്നങ്ങളും ഇല്ലാതെ സ്കൂൾ പരിസരം. മലിനജലമെല്ലാം സോക്ക് പിറ്റിലേക്ക് എത്തിക്കുന്ന സംവിധാനം. മഴവെള്ളം ഒരു തുള്ളി പോലും പാഴാക്കാതെ വലിയ സംഭരണിയിലേക്ക് മാറ്റി ഈ ജലം സ്കൂൾ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി 2 കമ്പോസ്റ്റ് പിറ്റുകൾ. ഓരോ ദിവസത്തെ മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നു. ഹരിത പെരുമാറ്റച്ചട്ടം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നിവ മേഖലകളിൽ 100% വിജയം കൈവരിച്ചതിനാലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത വിദ്യാലയമായി MMALP സ്കൂളിനെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കളക്ടർ G. പ്രിയങ്കയിൽ നിന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ K. ബാബു നാസർ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, PTA, SMC, MPTA തുടങ്ങി എല്ലാവരും ഒറ്റ മനസ്സോടെയാണ് സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് മുന്നിൽ നിന്നത്. നേട്ടത്തിലേക്ക് എത്തുവാൻ ഏറെ സഹായിച്ചു. സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും തന്നെ പച്ചപ്പിന്റെ താളമിട്ട പൂക്കളെ കണ്ടാണ് സ്കൂൾ മുറ്റത്ത് എത്തുക. താളം പൊടിച്ച് ശബ്ദിക്കുന്ന പക്ഷികൾ, ഉല്ലാസത്തിനായി പാർക്ക്, കുട്ടികളിൽ വായനാശീലം വർദ്ധിക്കാൻ 500-ലധികം പുസ്തകങ്ങൾ ഒരുക്കിയിട്ടുള്ള ലൈബ്രറി, ജൈവ കൃഷിയുടെ പ്രാധാന്യം നാടിനെയാകെ അറിയിക്കാൻ പപ്പായത്തോട്ടം, പയർ, വെണ്ട, വഴുതനങ്ങ എന്നിവ ഒരുക്കിയ കൃഷിത്തോട്ടം, കാലത്തിന്റെ തീരങ്ങളിൽ കാൽവയ്ക്കുന്ന KG കുട്ടികൾക്കായി ഒരുക്കിയ ഹൈടെക് കമ്പ്യൂട്ടർ ക്ലാസും ഇവർക്കുള്ള കളി ഉപകരണങ്ങൾ എന്നിവ മനോഹര കാഴ്ചയാണ്. ഓരോ ദിവസവും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനോടൊപ്പം കരിയിലകൾ കമ്പോസ്റ്റാക്കി മാറ്റി ജൈവ കൃഷിക്ക് ഉപയോഗിക്കുന്നു. പച്ചപ്പിനെയും ശുചിത്വത്തെയും സ്നേഹിക്കുന്ന കുട്ടികളുടെ ഈ വിദ്യാലയം എല്ലാവർക്കും മാതൃകയാണെന്നും ഓരോ വിദ്യാർത്ഥികൾക്കും പഠനത്തിനപ്പുറം അച്ചടക്കം, കൃഷി, ശുചിത്വം, മാലിന്യ സംസ്കരണ രീതികൾ പഠിക്കുവാനും വളർന്നു വരുമ്പോൾ അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാനും സ്കൂളിലെ പഠന കാലയളവ് സഹായിക്കുമെന്നും പ്രധാനാധ്യാപകൻ ബാബു നാസർ പറഞ്ഞു. 1926-ൽ പ്രവർത്തനം ആരംഭിച്ച കൗക്കോട് MMALP സ്കൂൾ അടുത്ത വർഷം 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു പൊതുവിദ്യാലയം എന്ന നിലയ്ക്ക് ആ കുട്ടികൾക്കൊക്കെ ഏറ്റവും സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും, ഈ നാട്ടുകാരും മാനേജറും അധ്യാപകരും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ ഓരോ ക്ലാസ്സും എത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡിജിറ്റലൈസ് ചെയ്യുകയും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രവർത്തന പരിപാടികൾ ശുചിത്വ രംഗത്ത്, മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വളരെ ഫലപ്രദമായി കുട്ടികളിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഒരു സംസ്കാരമാക്കി മാറ്റി കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല സ്കൂളായി, ശുചിത്വ സ്കൂളായി, ഹരിത വിദ്യാലയമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഈ സ്കൂളിനകത്ത് ഒരു 10-50ഓളം വിവിധ തരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിനെല്ലാം നമ്മൾ പേരെഴുതി മാർക്ക് ചെയ്ത് അതെല്ലാം ഉറപ്പുവരുത്തി അതിനെ സംരക്ഷിച്ചു പോരുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ, ഇൻഡോർ പാർക്ക്, അതുപോലെ തന്നെ ലൈബ്രറി, കുട്ടികൾക്ക് കളിക്കാൻ ടർഫ്, അത്യാവശ്യം കൃഷിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷിസ്ഥലങ്ങൾ, ഓമകൃഷിയൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം നമ്മൾ അക്കാഡമിക് രംഗത്ത് 100-ാം വാർഷികത്തിൽ 100 മേനി എന്നുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സ്കൂളിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഒരു പൊതുവിദ്യാലയം സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ
രീതിയിലുള്ള ഒരു വിദ്യാലയത്തെ വളർത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കരാട്ടെ, യോഗ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, നൃത്തം, ക്രാഫ്റ്റ്, പിന്നെ അങ്ങനെയുള്ള പല രീതിയിലുള്ള പാഠ്യേതര പരിപാടികളും അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും സ്കൂളിലുണ്ടാകണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, PTA, SMC, MTA, ഈ ഏറ്റവും പ്രിയം പറഞ്ഞ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നാട്ടുകാർ, എല്ലാവരുടെയും പൊതുപ്രവർത്തകർ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്കൂളുണ്ടായിട്ടുണ്ട്. ഇനിയും അത് തുറന്നുണ്ടാകണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥന മാത്രമാണ് സ്കൂളിൽ ഭാഗത്തുള്ളത്. എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. 11 അധ്യാപകർ ഉൾപ്പെടെ 374 കുട്ടികളാണ് സ്കൂളിലുള്ളത്. സ്കൂൾ പരിസരത്ത് മനോഹരമായ താമരയും ആമ്പൽ പൂക്കളും മറ്റു പൂക്കളുമെല്ലാം ഒന്നുപോലും പറിച്ചെടുക്കാതെ കുരുന്നുകളാണ് സംരക്ഷിക്കുന്നത്. ചക്ക, മാങ്ങ, നെല്ലി, ഞാവൽ, പുളി, ആത്തപ്പഴം, മഹാഗണി, തേക്ക്, വീട്ടി തുടങ്ങി 50ഓളം മരങ്ങൾ സ്കൂളിന് തണലേകി മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് യോഗ, കരാട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൂടാതെ നൃത്തം, ചിത്രരചന, ക്രാഫ്റ്റ് എന്നിവ ഇവിടെയുണ്ട്. സ്കൂൾ സബ് ജില്ലാ കലാകായിക രംഗത്ത് മികച്ച വിജയവും സ്കൂളിന് സ്വന്തമായുണ്ട്. കായിക രംഗത്ത് ഗ്രാമത്തിൻ്റെ പേര് ഉയർത്തുവാൻ ഫുട്ബോൾ രംഗത്ത് മികച്ച പരിശീലനവും കളിക്കാനായി ടർഫും ഒരുക്കിയിട്ടുണ്ട്. 2026 ശതാബ്ദി നിറവിലേക്ക് പ്രവേശിക്കുന്ന സ്കൂൾ അക്കാദമിക രംഗത്ത് 100 ദിന വേറിട്ട പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് PTA പ്രസിഡന്റ് ഷമീർ തച്ചറായിൽ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൗക്കോട് MLP സ്കൂൾ എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. 2024-25 അധ്യയന വർഷത്തിൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല ഹരിത വിദ്യാലയമായിട്ട് മിനിസ്റ്റർ അവാർഡ് മേടിച്ചിട്ടുണ്ട്. അതിലെല്ലാവർക്കും, ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കളും അധ്യാപകർക്കും എല്ലാവർക്കും PTAയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതോടൊപ്പം 25-26 അധ്യയന വർഷം നമ്മൾ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 100 ദിന പരിപാടികൾ എന്നുള്ള നിലക്ക് വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനും എല്ലാ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്കൂൾ വികസനത്തിന് SMC ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, SMC അംഗം AM നൌഷാദ്, MTA പ്രസിഡന്റ് സജ്ന റഷീദ്, PTA വൈസ് പ്രസിഡന്റ് KB ഷംന, സീനിയർ അധ്യാപക നീനു പോൾ, PTA അംഗങ്ങളായ ഗ്രീഷ്മ, അജീഷ്, ബിൻസി, രാജീവ് എന്നിവർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ച ഈ സ്കൂൾ 1926 സ്ഥാപിതമായത്. ഓർമ്മകളുടെ മഞ്ഞുപടലത്തിൽ പതിഞ്ഞ അനേകം മുഖങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സ്നേഹപൂർവമായ സാക്ഷ്യപത്രമാണ് 100ന്റെ പിറവിലേക്ക് എത്തുന്നത്.